ഓക്കെ, RB22-ൻ്റെ എൻജിൻ നോയ്സ് ഒന്ന് കേൾക്കാൻ പോവാണ്. ഓ, ഭയങ്കര ഡീപ്പായിട്ടുള്ള നോയ്സ്. ഓക്കെ ഗൈസ്, ഈ 2026 റെഡ് ബുള്ളിൻ്റെ കാറിൻ്റെ നോയ്സ് കേട്ടായിരുന്നു. അതായത് ഒരു ഭയങ്കര റോറിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആയിട്ടുള്ളൊരു സൗണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് ബുൾ ഈ വർഷം ഒരു പരീക്ഷണമാണ്. റെഡ് ബുള്ള് തന്നെയാണ് എൻജിൻ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റും റെഡ് ബുള്ള് തന്നെയാണ്. ഫോർഡ് അതിൻ്റെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സ് മാത്രമേ ഫോർഡ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ സീസണുകളിലും റെഡ് ബുൾ പവർ ട്രെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻജിൻ കൊടുക്കുന്നത് ഹോണ്ടയാണ്. ബാക്കിയുള്ള പരിപാടികൾ മാത്രമേ റെഡ് ബുൾ ചെയ്യുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി റെഡ് ബുള്ളിൻ്റെ എൻജിനല്ലായിരുന്നു. പക്ഷേ ഈ എൻജിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ കണ്ടിട്ട് അടിപൊളിയായിരിക്കും തോന്നുന്നു. ആ നോയ്സൊക്കെ ഭയങ്കര റോറിങ് ആയിട്ടുള്ളൊരു നോയ്സ്. പിന്നെ ഇതിനകത്ത് കുറച്ച് കൺസേൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ്, അതായത് റെഡ് ബുൾ പവർ ട്രെയിൻസ്, റെഡ് ബുള്ളിന് സ്വന്തമായിട്ടൊരു എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം മുമ്പിലത്തെ ടീം പ്രിൻസിപ്പളായിരുന്ന ക്രിസ്റ്റ്യൻ ഹോണർ റെഡ് ബുള്ളിലുണ്ടായിരുന്നു. അതേപോലെ എഞ്ചിനീയർ അഡ്രിയാൻ ന്യൂവി ഉണ്ടായിരുന്നു. അതേപോലെ മാനേജർ ഹെൽമറ്റ് മാർക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊരു നല്ലൊരു ടീം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഈ വർഷം റെഡ് ബുള്ള് കംപ്ലീറ്റ്ലി ഒന്ന് റീസൈക്കിൾ ചെയ്ത പോലെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ചേഞ്ച് ആയി. അവരുടെ ടീം പ്രിൻസിപ്പൾ മാറി. അതുപോലെ അഡ്രിയാൻ ന്യൂവി റെഡ് ബുള്ള് വിട്ട് അസ്റ്റൺ മാർട്ടിന് പോയി. അതേപോലെ ഹെൽമറ്റ് മാർക്കോയെ പുറത്താക്കി. പഴയ ആരും തന്നെ ഇപ്പം ടീമിലില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് അവർ എൻജിൻ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട് എന്തായിരിക്കുന്നു. കാരണം ഇതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെയല്ലേ. അപ്പോൾ അവർ ആ എൻജിൻ ആദ്യമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പം തന്നെ അത്ര പെർഫോമൻസ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണം.